ലേവ്യപുസ്തകം 27 അധ്യായം. യഹോവ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടതെന്തെന്നാൽ, ആരെങ്കിലും യഹോവയ്ക്കൊരു നേർച്ച നിവർത്തിക്കുമ്പോൾ ആൾ നിന്റെ മതിപ്പുപോലെ യഹോവയ്ക്കുള്ളവനാകണം. 20 വയസ്സുമുതൽ 60 വയസ്സുവരെയുള്ള ആണിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നിന്റെ മതിപ്പ് 50 ശേക്കൽ വെള്ളിയായിരിക്കണം. പെണ്ണായിരുന്നാൽ നിന്റെ മതിപ്പ് 30 ശേക്കൽ ആയിരിക്കണം. 5 വയസ്സുമുതൽ 20 വയസ്സുവരെയെങ്കിലും നിന്റെ മതിപ്പ് ആണിന് 20 ശേക്കലും പെണ്ണിന് 10 ശേക്കലുമായിരിക്കണം. 1 മാസം മുതൽ 5 വയസ്സുവരെയുള്ളതായാൽ നിന്റെ മതിപ്പ് ആണിന് 5 ശേക്കൽ വെള്ളിയും പെണ്ണിന് 3 ശേക്കൽ വെള്ളിയുമായിരിക്കണം. 60 വയസ്സുമുതൽ മേലോട്ടെങ്കിൽ നിന്റെ മതിപ്പ് ആണിന് 15 ശേക്കലും പെണ്ണിന് 10 ശേക്കലുമായിരിക്കണം. നിന്റെ മതിപ്പ് പോലെ കൊടുപ്പാൻ കഴിയാതെ വണ്ണം ഒരുത്തൻ ദരിദ്രനായിരുന്നാൽ അവനെ പുരോഹിതന്റെ മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തേണം. പുരോഹിതൻ അവനെ മതിക്കേണം. നേർന്നവന്റെ പ്രാപ്തിക്കൊത്തവണ്ണം പുരോഹിതൻ അവനെ മതിക്കേണം. അത് യഹോവയ്ക്ക് വഴിപാട് കഴിപ്പാൻ തക്ക മൃഗമാകുന്നുവെങ്കിൽ ആ വകയിൽ നിന്ന് യഹോവയ്ക്ക് കൊടുക്കുന്നതൊക്കെയും വിശുദ്ധമായിരിക്കണം. തീയതിനു പകരം നല്ലത്, നല്ലതിനു പകരം തീയത് ഇങ്ങനെ മാറ്റുകയോ വ്യത്യാസം വരുത്തുകയോ ചെയ്യരുത്. മൃഗത്തിന് മൃഗത്തെ വെച്ചുമാറുന്നുവെങ്കിൽ അതും വെച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം. അത് യഹോവയ്ക്ക് വഴിപാട് കഴിച്ചുകൂടാത്ത അശുദ്ധ മൃഗമാകുന്നു എങ്കിൽ ആ മൃഗത്തെ പുരോഹിതന്റെ മുമ്പാകെ നിർത്തേണം. അത് നല്ലതോ തീയതോ ആയിരിക്കുന്നതിന് ഒത്തവണ്ണം പുരോഹിതൻ അതിനെ മതിക്കേണം. പുരോഹിതനായ നീ അതിനെ മതിക്കുന്നതുപോലെ തന്നെ ആയിരിക്കണം. അതിനെ വീണ്ടെടുക്കുന്നുവെങ്കിൽ നീ മതിച്ച തുകയോട് 1/5 കൂട്ടേണം. ഒരുത്തൻ തന്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കേണ്ടതിന് വിശുദ്ധീകരിച്ചാൽ അത് നല്ലതെങ്കിലും തീയതെങ്കിലും പുരോഹിതൻ അത് മതിക്കണം. പുരോഹിതൻ മതിക്കുന്നതുപോലെ തന്നെ അത് ഇരിക്കണം. തന്റെ വീട് വിശുദ്ധീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നെങ്കിൽ അവൻ നിന്റെ മതിപ്പ് വിലയുടെ 1/5 അതിനോട് കൂട്ടേണം. എന്നാൽ അത് അവനുള്ളതാകും. ഒരുത്തൻ തന്റെ അവകാശ നിലത്തിൽ ഏതാനും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചാൽ നിന്റെ മതിപ്പ് അതിന്റെ വിത്തുപാടിനൊത്തവണ്ണമായിരിക്കണം. 1 ഹോമെർ യവം വിതയ്ക്കുന്ന നിലത്തിന് 50 ശേക്കൽ വെള്ളി മതിക്കണം. യോബേൽ സംവത്സരം മുതൽ അവൻ തന്റെ നിലം വിശുദ്ധീകരിച്ചാൽ അത് നിന്റെ മതിപ്പ് പോലെ ഇരിക്കണം. യോബേൽ സംവത്സരത്തിന്റെ ശേഷം അവൻ അതിനെ വിശുദ്ധീകരിച്ചാലോ യോബേൽ സംവത്സരം വരെ ശേഷിക്കുന്ന സംവത്സരങ്ങൾക്കൊത്തവണ്ണം പുരോഹിതൻ അതിന്റെ വില കണക്കാക്കണം. അത് നിന്റെ മതിപ്പിൽ നിന്ന് കുറയ്ക്കണം. നിലം വിശുദ്ധീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നെങ്കിൽ അവൻ നിന്റെ മതിപ്പ് വിലയുടെ 1/5 അതിനോട് കൂട്ടേണം. എന്നാൽ അത് അവന് സ്ഥിരമായിരിക്കും. അവൻ നിലം വീണ്ടെടുക്കാതെ മറ്റൊരുത്തന് വിറ്റാലോ പിന്നെ അത് വീണ്ടെടുത്തുകൂടാ. ആ നിലം യോബേൽ സംവത്സരത്തിൽ ഒഴിഞ്ഞുകൊടുക്കുമ്പോൾ ശപഥാർപ്പിത ഭൂമി പോലെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അതിന്റെ അനുഭവം പുരോഹിതനിരിക്കണം. തന്റെ അവകാശ നിലങ്ങളിൽ ഉൾപ്പെടാതെ സ്വയാർജിതമായുള്ള ഒരു നിലം ഒരുത്തൻ യഹോവയ്ക്ക് ശുദ്ധീകരിച്ചാൽ പുരോഹിതൻ യോബേൽ സംവത്സരം വരെ മതിപ്പ് വില കണക്കാക്കണം. നിന്റെ മതിപ്പ് വില അവൻ അന്നുതന്നെ യഹോവയ്ക്ക് വിശുദ്ധമായി കൊടുക്കണം. ആ നിലം മുന്നുടമസ്ഥന് യോബേൽ സംവത്സരത്തിൽ തിരികെ ചേരണം. നിന്റെ മതിപ്പൊക്കെയും ശേക്കലിന് 20 ശേരാ വെച്ച് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരമായിരിക്കണം. കടിഞ്ഞൂൽപ്പിറവിയാൽ യഹോവയ്ക്കുള്ളതായ മൃഗത്തെ മാത്രം ആരും വിശുദ്ധീകരിക്കരുത്. മാടായാലും ആടായാലും അത് യഹോവയ്ക്കുള്ളതാകുന്നു. അത് അശുദ്ധമൃഗമാകുന്നുവെങ്കിൽ മതിപ്പ് വിലയും അതിന്റെ 1/5 കൂടെ കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നിന്റെ മതിപ്പ് വിലയ്ക്ക് അതിനെ വിൽക്കണം. എന്നാൽ ഒരുത്തൻ തനിക്കുള്ള ആൾ, മൃഗം, അവകാശനിലം മുതലായി യഹോവയ്ക്ക് കൊടുക്കുന്ന യാതൊരു ശപഥാർപ്പിതവും വിൽക്കുകയോ വീണ്ടെടുക്കുകയോ ചെയ്തുകൂടാ. ശപഥാർപ്പിതമൊക്കെയും യഹോവയ്ക്ക് അതിവിശുദ്ധമാകുന്നു. മനുഷ്യവർഗത്തിൽ നിന്ന് ശപഥാർപ്പിതമായി കൊടുക്കുന്ന ആരെയും വീണ്ടെടുക്കാതെ കൊന്നുകളയണം. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധം. ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നുവെങ്കിൽ അതിനോട് 1/5 കൂടെ ചേർത്ത് കൊടുക്കണം. മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴെ കടന്നുപോകുന്ന എല്ലാറ്റിലും 10 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അത് നല്ലതോ തീയതോ എന്ന് ചോദന ചെയ്യരുത്. വെച്ചുമാറുകയുമരുത്. വെച്ചുമാറുന്നുവെങ്കിൽ അതും വെച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം. അവയെ വീണ്ടെടുത്തുകൂടാ. ഇസ്രായേൽ മക്കൾക്കു വേണ്ടി യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശെയോട് കൽപ്പിച്ച കൽപ്പനകൾ ഇവ തന്നെ.